ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റംസാൻസ് വേൾഡ്. ഇന്ന് നമുക്കൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. 2 മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റിയൊരു പലാസോ പാൻറ്റും ടോപ്പും എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സ്റ്റിച്ചിങ് നല്ലതുപോലെ അറിയുന്ന ഒരാളൊന്നുമല്ല ഞാൻ, എങ്കിലും തുടക്കക്കാർക്ക് പോലും ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്നൊരു പലാസോ പാൻറ്റും ടോപ്പുമാണ്. ആദ്യം നമുക്ക് പലാസോ പാൻറ്റ് റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഇതേപോലെ ക്ലോത്ത് 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ എലാസ്റ്റിക് ഇടാൻ വേണ്ടി 2 ഇഞ്ച് അടയാളപ്പെടുത്തണം. ആ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയത് നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് പലാസോ പാൻറ്റിൻ്റെ നീളം അളക്കണം. അതിനായിട്ട് നമ്മൾ ആ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് 16 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തിയെടുക്കാം. 15 + 1 മാർജിനാണ്, അങ്ങനെ ടോട്ടൽ 16. ഇനി നമുക്ക് ഹിപ്പ് ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. ആ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് നമുക്ക് താഴോട്ടേക്ക് ഒരു 7 ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കണം. ഇനി അതൊന്ന് നീട്ടി വരച്ചു കൊടുക്കാം. ഇനി ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതൊന്ന് കർവായിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കണം. ഇനി ആ കർവായിട്ട് വരച്ചെടുത്തുനിന്ന് ആ 1.5 അടയാളപ്പെടുത്തിയില്ലേ, ആ ഭാഗത്തുനിന്ന് താഴോട്ടേക്ക് നമുക്ക് വരച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. പാൻറ്റിന് ഇത്രയും വീതി വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അകത്തോട്ട് വെച്ചിട്ട് കട്ട് ചെയ്യാം. ഞാൻ ഇച്ചിരി ചരിച്ചാണ് കട്ട് ചെയ്തേക്കുന്നത്, നല്ല വീതിക്ക് കിട്ടാൻ വേണ്ടി തന്നെ. ഇനി നമുക്ക് ദാണ്ടെ കട്ട് ചെയ്തപ്പം നമുക്ക് 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഈ കാണുന്ന ഈ ഭാഗത്ത് നമുക്ക് ഈ 2 സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സെൻറ്ററിലുള്ള ജോയിൻറ്റ് ഭാഗമാണ്. ഇനി നമുക്കിത് കാണുന്നത് പോലെ ഇതൊന്ന് നിവർത്തിയെടുക്കാം. അതിനുശേഷം നമ്മൾ ആ അടിഭാഗം ഇതേപോലെ പിടിച്ച് നമ്മൾ റൗണ്ടായിട്ട് ആ നടുക്ക് റൗണ്ടായിട്ട് വരുന്നത് പോലെ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വശത്തേക്ക് ഇത് തിരിച്ചിടാം. ഇനി അടിഭാഗം ചീത്തവശത്തേക്ക് മടക്കിയിട്ട് ഫോൾഡ് ചെയ്ത് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലെ എലാസ്റ്റിക്കിൻ്റെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ ഫോൾഡ് ചെയ്ത് ആ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്ന അവിടെ നിന്ന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം, മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യല്ല, ഇതേപോലെ കുറച്ച് വിട്ടേക്കണം. എന്നിട്ടൊരു 15.5 ഇഞ്ച് എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പിന്നിലൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറ്റിവിടാം. ഇനി എലാസ്റ്റിക്കിൻ്റെ 2 തുമ്പും തമ്മിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമുക്ക് അതൊന്ന് ജോയിൻ്റ് ഒന്ന് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ നമ്മുടെ പലാസോ പാൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ പാൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് തുണി ഇവിടെ 4 ഫോൾഡായിട്ട് ഇതേപോലെ മടക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഒരു 4.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് ആ 4.5 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് താഴോട്ടും 4.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇനി ഇതൊന്ന് നമുക്ക് ലൈനായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് കൈക്കുഴി ഇതേപോലെ കർവായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. നെക്കിൻ്റെ അവിടെ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ സ്ട്രെയിറ്റിനൊന്ന് വരച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ വണ്ണം ഇച്ചിരി അധികം എക്സ്ട്രാ ഇടുന്നുണ്ട്. നമുക്ക് പിന്നെ വേണമെങ്കിൽ ആവശ്യമില്ലെങ്കിൽ കട്ട് ചെയ്ത് കളയാം.
ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് കട്ട് ചെയ്തെടുത്തപ്പോൾ ഇതേപോലെ 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ചെറിയ പീസ് വെച്ചിട്ട് ഇതേപോലെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് ഈ നമ്മുടെ കൈക്കുഴിയുടെ അവിടെ നമുക്കിതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 4-4ൻ്റെയും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ചെറിയ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മടക്കി ഫോൾഡ് ചെയ്തിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ ആ ഭാഗത്ത് ഒന്ന് മടക്കി ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇവിടെ നെക്കിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഇഞ്ച് വീതിയിലും 7 ഇഞ്ച് നീളത്തിലും കട്ട് പീസ് എടുക്കണം. ഇത് നമ്മുടെ ഷോൾഡറിൻ്റെ ആ വള്ളി വയ്ക്കാനുള്ളതാണ്. എന്നിട്ട് ഇതേപോലെ രണ്ടും അകത്തോട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ മടക്കി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലെ ഒരു ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം നെക്കിൻ്റെ ഭാഗത്ത്. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്കിതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ വള്ളി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഷോൾഡറിൻ്റെ വള്ളി ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ 2 പീസ് ക്ലോത്ത് എടുക്കണം. 7 ഇഞ്ച് വീതിയിലും 27 ഇഞ്ച് നീളത്തിലും 2 പീസ് ക്ലോത്ത് എടുക്കണം. ഇതിൻ്റെ അടിഭാഗം ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതേപോലെ ചെറിയ പ്ലേറ്റ്സ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ടോപ്പ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഈ കാണുന്നത് പോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ണം ഒന്ന് അളന്നിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് 2 സൈഡും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തത് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം എക്സ്ട്രാ വന്നത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ്ട്രാ ഇട്ടത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി ഫിനിഷിൽ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നും പറയുന്ന പോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.